ആരാണ് യഥാർത്ഥ ശിഷ്യൻ? കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നാം പരിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവനാണോ എന്ന്. നീ ആയിരിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ 100 മേനി ഫലം കൊയ്യുന്നവനായിരിക്കാം. ചുറ്റുമുള്ളവർക്ക് മുൻപിൽ നീ ഒരു അത്ഭുത മനുഷ്യനായിരിക്കാം. എന്നാൽ കർത്താവിന്റെ ഹിതം തിരയാത്തവൻ സ്വർഗത്തിന്റെ മുൻപിൽ ഒരു ബിഗ് 0 ആയിരിക്കും. എന്തായിരിക്കാം സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം? നിന്റെ കഴിവുകളുടെയും സമ്പന്നതയുടെയും കണക്ക് പുസ്തകം നീ തുറക്കുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുകയില്ല. എന്നാൽ ചെയ്യുന്ന ജോലികളിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുമ്പോൾ നീ യഥാർത്ഥ ശിഷ്യനാകും. 1 മൈൽ ദൂരം നടക്കാൻ ആഗ്രഹിക്കുന്നവനോടൊപ്പം 2 മൈൽ ദൂരം നടക്കുക. ഈശോ പറയുന്നുണ്ട്, വചനമനുസരിച്ച് ജീവിക്കുന്നവന്റെയും വചനമനുസരിച്ച് ജീവിക്കാത്തവന്റെയും അവസ്ഥകൾ. 2 പേരുടെ ജീവിതത്തിലും ഒരേ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, ഒരുപോലെയുള്ള പ്രലോഭനങ്ങളാണ് ഉണ്ടാവുക. മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാകും, കാറ്റൂതും, ഭവനത്തിന്മേൽ ആഞ്ഞടിക്കും. അതിന്റെ ഫലം വ്യത്യസ്തമായിരിക്കും. വചനത്താൽ വിശ്വാസത്താൽ അടിത്തറ വച്ചവന്റെ ഭവനം നിലനിൽക്കും, വിശ്വാസമില്ലാത്തവൻ നിലം പതിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലും അല്ലാതെയും നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട്. ദൈവത്തിൽ വിശ്വസിച്ച് സ്വപുത്രനെ ബലി കഴിക്കാൻ ഒരുങ്ങിയ വിശ്വാസികളുടെ പിതാവായ അബ്രാഹം, തഴയപ്പെട്ടപ്പോഴും നാടുകടത്തപ്പെട്ടപ്പോഴും സഹിച്ചും ക്ഷമിച്ചും നിന്ന ജോസഫ്, ദിക്കനായിരുന്നെങ്കിലും ദൈവത്തിന്റെ വാക്കുകേട്ട് മുന്നോട്ടു പോയ മോശ, കന്യക ഗർഭിണിയായെന്ന് നാട്ടുകാർ പറഞ്ഞു പരിഹസിച്ചപ്പോൾ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ മറിയം. അങ്ങനെ നീളുന്നതാണ് പാറ പോലെയുള്ള വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട മനുഷ്യർ. സഹനത്തിന്റെ നടുവിലും ഈശോയെ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ അൽഫോൻസാമ, സഹനങ്ങളെല്ലാം ഈശോയ്ക്കു വേണ്ടിയെന്ന് പറഞ്ഞ അജ്ന. സ്നേഹമുള്ളവരെ, രോഗങ്ങളായും കടബാധ്യതകളായും ജോലിയില്ലായ്മയായും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മഴ പെയ്യും, വെള്ളപ്പൊക്കങ്ങളുണ്ടാകും, കാറ്റൂതും. അത് നമ്മിൽ ആഞ്ഞടിക്കും. എന്തൊക്കെയായാലും ദൈവമേ, ഇത് നീ അറിഞ്ഞുകൊണ്ട് എന്ന മനോഭാവത്തിൽ ഉറച്ചുനിന്ന് അവിടുത്തെ ഹിതമറിഞ്ഞാൽ നാം നിലനിൽക്കും. ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസമുള്ളവരാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.